ഫോട്ടോവൈഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആൽഫബറ്റുകളുടെ ടെക്നിക്കൽ പദങ്ങളാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച പരിചയപ്പെട്ടത്. ഈ ആഴ്ച എസ് എന്ന മനോഹരമായ അക്ഷരത്തിൽ തുടങ്ങുന്ന അനേകം ഫോട്ടോഗ്രാഫി പദങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. എസിലെ ആദ്യത്തെ വാക്ക് അതിമനോഹരമായ ഒരു നിറവുമായി ബന്ധപ്പെട്ട പദമാണ് സാച്ചുറേഷൻ. ഒരു ഇമേജിൽ അതിലെ നിറങ്ങൾ വെളുപ്പമായി ചേർന്ന് നേർത്തു പോകാതെ കടുത്ത നിറത്തിലേക്ക് പോകുന്നതിൻ്റെ ആ തോതിനാണ് സാച്ചുറേഷൻ എന്ന് പറയുക. സെക്കൻഡ് വേർഡ് ഇൻ എസ് ഈസ് സ്കാനർ. ഒരു അനലോഗ് ഒരു രേഖ, അത് ഒരു പേപ്പറിൽ എഴുതപ്പെട്ടിട്ടുള്ളതോ പ്രിന്റ് ചെയ്യപ്പെട്ടുള്ള ഒരു രേഖ സ്കാൻ ചെയ്ത് ഡിജിറ്റലാക്കുന്ന ആ ഉപകരണമാണ് സ്കാനർ. നെക്സ്റ്റ് വേർഡ് ഈസ് SCSI, സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. സീരിയൽ പാരലൽ പോർട്ടുകളെക്കാൾ വേഗതയുള്ളതും എന്നാൽ USB ഫയർവയർ പോർട്ടുകളെക്കാളും വേഗത കുറഞ്ഞതുമായ ഒരു പോർട്ടാണ് SCSI. നെക്സ്റ്റ് വേർഡ് ഈസ് SD കാർഡ്, സെക്യൂർ ഡിജിറ്റൽ കാർഡ്. ഇത് ഡിജിറ്റൽ ക്യാമറകളിൽ ഇമേജ് സ്റ്റോർ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഒരു ഫ്ലാഷ് കാർഡാണ് SD കാർഡ്. സെൻസർ. ഇപ്പോൾ ക്യാമറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ സെൻസർ എന്ന് പറയേണ്ടി വരും. കാരണം സെൻസറിൻ്റെ നിലവാരം അനുസരിച്ചിട്ടാണ് ഒബ്ജക്റ്റുകളുടെ ഇമേജുകൾ നമുക്ക് ഡിജിറ്റൽ ക്യാമറയിൽ ലഭ്യമാകുന്നത്. ഒരു ഡിജിറ്റൽ ക്യാമറയിലെ ഇമേജ് സെൻസറിൽ പതിക്കുന്ന പ്രകാശം ഇലക്ട്രിക് സിഗ്നലുകളായി മാറ്റിയെടുക്കുന്ന ആ ഉപകരണമാണ് സെൻസർ. ഇത് CCD, CMOS എന്ന രണ്ട് തരത്തിലുള്ളവയാണ് പ്രധാനമായും ക്യാമറകളിൽ ഉപയോഗിക്കുന്നത്. വേർഡ് സെപ്പിയ, SEPIA. ഒരു പ്രത്യേക നിറത്തിൽ, അതായത് തവിട്ട് ബ്രൗൺ കളർ നിറത്തിലുള്ള ഇമേജുകളാണ് സെപ്പിയ. ഒരു പഴയ കാലഘട്ടത്തെ അനുസ്മരിക്കാനായി പൊതുവെ സിനിമകളിലുമൊക്കെ ഈ നിറഭേദം ഉപയോഗിക്കാറുണ്ട്. നമ്മളുടെ ആധുനിക ക്യാമറകളിലെല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സെപ്പിയ എന്നൊക്കെയുള്ള മോഡിൽ ചിത്രമെടുക്കാനുള്ള സംവിധാനവും ഉണ്ട്. സെപ്പിയ. നെക്സ്റ്റ് വേർഡ് ഈസ് സീരിയൽ പോർട്ട്. മിക്ക കമ്പ്യൂട്ടറുകളിലും കാണുന്ന ഒരു കണക്ഷൻ പോർട്ടാണ് ഇത്. സാധാരണ വേഗത കുറഞ്ഞ കണക്ഷൻ പോർട്ടുകളായിട്ടാണ് അറിയപ്പെടുന്നത്. അടുത്ത വാക്ക് വളരെ പ്രധാനമുള്ളതാണ്. ഷോർട്ട് ഫോക്കൽ ലെങ്ത് ലെൻസ്. ലെൻസുകളിൽ പ്രധാനമായും 3 തരമാണുള്ളത്. ലോങ് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ടെലിസ്കോപ്പിക് ലെൻസ്, നോർമൽ ലെൻസ്, ഷോർട്ട് ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ വൈഡ് ആംഗിൾ ലെൻസ്. നമ്മളുടെ അടുത്തുള്ള ഒരു ഇമേജിനെ ദൂരെ ചെറുതാക്കി കൂടുതൽ വിസ്തൃതിയിൽ ചിത്രമെടുക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ഈ ഷോർട്ട് ഫോക്കൽ ലെങ്ത് ലെൻസ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 50 മില്ലിമീറ്ററിൽ കുറവായിരിക്കും. സാധാരണ നമ്മൾ കാണുന്നത് 35 mm, 28 mm, 24 mm, 20 mm അങ്ങനെ 50 താഴേക്ക്. അടുത്ത പദം ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഷട്ടർ. നമുക്ക് ഷട്ടറിൻ്റെ ഒരു പ്രവർത്തനമില്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാവില്ല. ഷട്ടർ സാധാരണ കാണുന്നത് ഇമേജ് സെൻസറിൻ്റെ തൊട്ട് മുൻപിലായിട്ടാണ്. നമ്മൾ ക്ലിക്ക് ബട്ടൺ അമർത്തുമ്പോൾ ഈ ഷട്ടർ മുകളിലേക്ക് ഉയർന്നു കൊടുക്കുകയും വേണ്ട അളവിലുള്ള പ്രകാശം അകത്ത് പ്രവേശിച്ചാൽ ഉടൻ തന്നെ ഷട്ടർ താഴേക്ക് വരികയും. ഇതിൻ്റെ വേഗത പല രീതിയിൽ മാറ്റാനായിട്ടുള്ള സംവിധാനം നമുക്ക് ക്യാമറകളിലുണ്ട്. 2-3 തരം ഷട്ടറുകളുണ്ട്. ഇലക്ട്രോണിക് ഷട്ടർ, ഐറിസ് ഷട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഷട്ടറുകൾ. 3 ആണെന്ന് തോന്നുന്നു പ്രധാനമാണ്. നെക്സ്റ്റ് വേർഡ് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ഷട്ടർ. ഇറ്റ് ഈസ് കോൾഡ് ഷട്ടർ ലാഗ്. ഷട്ടർ ലാഗ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം എടുക്കാനായി ക്യാമറയ്ക്ക് ഒരു ചെറിയ പോസ് ആവശ്യമാണ്. അത് ക്യാമറ ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുക, അതിൻ്റെ എക്സ്പോഷർ കണക്കാക്കുക, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായി ക്യാമറ എടുക്കുന്ന സമയമാണ് ഈ ഷട്ടർ ലാഗ്. ഏറ്റവും വില കൂടിയ ആധുനിക ക്യാമറകളിൽ ഷട്ടർ ലാഗ് ഇല്ലെന്ന് തന്നെ പറയാം. ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ ഇമേജ് രൂപപ്പെടും. പക്ഷേ ഒരു ചെറിയ ടൈം ഗ്യാപ്പ് കാണും. അതാണ് ഷട്ടർ ലാഗ്. ഇതും ഷട്ടറുമായി ബന്ധമുള്ള ഒരു പദമാണ്.
ഷട്ടർ പ്രയോറിറ്റി മോഡ്. ഇത് ക്യാമറയുടെ ഒരു ഷൂട്ടിംഗ് മോഡാണ്. 4 മോഡുകളാണ് ക്യാമറയിലുള്ളത്. അതിൽ മാനുവൽ മോഡ്, അപ്പർച്ചർ പ്രയോറിറ്റി മോഡ്, ഷട്ടർ പ്രയോറിറ്റി മോഡ്, പ്രോഗ്രാം. ഇതിൽ ഷട്ടർ പ്രയോറിറ്റി മോഡിൽ നമ്മൾ ഒരു ഷട്ടർ അങ്ങ് കൊടുക്കുന്നു, 250 അല്ലെ 500. അതനുസരിച്ച് ക്യാമറ അപ്പർച്ചറിനെ ക്രമീകരിച്ച് ചിത്രമെടുക്കുന്ന ഒരു ഷൂട്ടിംഗ് മോഡാണ് ഷട്ടർ പ്രയോറിറ്റി മോഡ്. നെക്സ്റ്റ് സിംഗിൾ ലെൻസ് റിഫ്ലക്സ്, SLR. ഇതൊരു ക്യാമറയുടെ പേരാണ്. 1960കളിൽ വരെയൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാണുന്നതിന് വേണ്ടി വ്യൂ ഫൈൻഡറിൽ ഒരു ലെൻസും ചിത്രം ക്യാപ്ചർ ചെയ്യാനായി മറ്റൊരു ലെൻസുമുള്ള ക്യാമറകളായിരുന്നു. റേഞ്ച് ഫൈൻഡർ, TLR, ട്വിൻ ലെൻസ് റിഫ്ലക്സ് ലെൻസുകളൊക്കെ ക്യാമറകളൊക്കെ ഈ ശ്രേണിയിൽപ്പെടുന്നതായിരുന്നു. ഇതിനൊരു കുഴപ്പമുണ്ട്, നമ്മൾ കാണുന്ന ആംഗിളിലല്ല ചിത്രം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതിനാണ് ഈ പാരലാക്സ് എന്ന് പറയുന്ന പ്രോബ്ലം ഉള്ളത്. SLR ഒരു വിപ്ലവാത്മകമായ കണ്ടുപിടുത്തമായിരുന്നു. ഒരു ലെൻസിൽ കൂടെ തന്നെ വരുന്ന പ്രകാശം സാധാരണഗതിയിൽ ഒരു 45 ഡിഗ്രി ചെരിച്ചു വച്ചിരിക്കുന്ന ഒരു മിററിൽ തട്ടി മുകളിലേക്ക് പോയി ഒരു പ്രിസം വഴി നമ്മുടെ കണ്ണിലെത്തും. അപ്പോൾ ആ ഒപ്റ്റിക്കൽ പാത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ കാണുന്ന യഥാർത്ഥ ഇമേജ് തന്നെയാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ മിറർ മുകളിലേക്ക് മാറിക്കൊടുക്കും, ഷട്ടർ ഒരു സൈഡിലേക്ക് നീങ്ങും. അപ്പോൾ ചിത്രം നേരെ ഫിലിമിൽ പോകുമായിരുന്നു. അതായിരുന്നു അന്നത്തെ രീതി. ഈ തരത്തിൽപ്പെട്ട ക്യാമറകളാണ്, അതായത് ഒരൊറ്റ ലെൻസേ ഉള്ളൂ, ആ ലെൻസിൽ കൂടെ ചിത്രമെടുക്കുകയും ഒബ്ജക്റ്റിനെ കാണുകയും ചെയ്യാവുന്ന ആ ഒരു റിഫ്ലക്സ് ആക്ഷനുള്ള ക്യാമറകളാണ് SLR ക്യാമറകൾ. സ്മാർട്ട് മീഡിയ, ഇത് പ്രചാരത്തിലുള്ള ഒരു തരം ഫ്ലോപ്പി ഡിസ്കാണ്. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു മെമ്മറി കോപ്പി ചെയ്യാവുന്ന ഒരു ഡിസ്കാണ്. നെക്സ്റ്റ് വേർഡ് സ്മൂത്തിങ്. ഒരു ഇമേജിലെ അതിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ എന്തോ ഒബ്ജക്റ്റാണോ അതിൻ്റെ കോൺട്രാസ്റ്റ് കുറയ്ക്കുന്നതിനും ഒരു സോഫ്റ്റ് ഫീൽ കൊണ്ടുവരുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് ടൂളാണ് സ്മൂത്തിങ്. സ്പോട്ട് മീറ്ററിങ്, നമ്മളുടെ ആ ദൃശ്യത്തിൽ, അതായത് ക്യാമറയ്ക്കുള്ളിലൂടെ നോക്കുന്ന ദൃശ്യത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ ലൈറ്റ് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീറ്ററിംഗ് രീതിയാണ് സ്പോട്ട് മീറ്ററിംഗ്. ഇത് ആ ഫ്രെയിമിലെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ആ പോയിന്റ് മാറ്റി റീഡിങ് എടുക്കാൻ സാധിക്കും. അടുത്തത് സ്റ്റോപ്പ്. ഇത് അപ്പർച്ചറുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. ഇങ്ങനെയുള്ള ഈ ഡയഫ്രം ഓരോ അളവിൽ വലുതാകുകയോ ചെറുതാകുകയോ ചെയ്യും. അതിന് ആ ഓരോ വലിപ്പത്തിനാണ് ഓരോ സ്റ്റോപ്പ് എന്ന് പറയുക. ഒരു സ്റ്റോപ്പ് മാറിയാൽ വെളിച്ചത്തിൻ്റെ അളവ് ഇരട്ടിയാകുകയോ പകുതിയാകുകയോ ചെയ്യും. അതിൻ്റെ ഹാഫ് സ്റ്റോപ്പ് ഉണ്ട്, ഒരു പകുതി വെച്ച് വെളിച്ചം വ്യത്യാസം വരുന്നു. ആ അപ്പർച്ചർ വ്യത്യാസങ്ങൾക്കാണ് ഓരോ എഫ് സ്റ്റോപ്പ് എന്ന് പറയുക. സ്മോൾ എഫ് ആണ് ഇത് ഡിനോട്ട് ചെയ്തത്. സ്റ്റോപ്പ് ഡൗൺ, ഇത് നമ്മൾ ഓപ്പൺ അപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പർച്ചറിൻ്റെ വലിപ്പം, ഡയഫ്രത്തിൻ്റെ സുഷിരത്തിൻ്റെ വലിപ്പം കുറയ്ക്കുന്ന ഇതിനാണ് സ്റ്റോപ്പ് ഡൗൺ എന്ന് പറയുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ഓപ്പൺ അപ്പ്. SVGA, ഇതൊരു വീഡിയോ ഫയൽ ഫോർമാറ്റ്. 800x600 പിക്സൽ സൈസുള്ള വീഡിയോ ഫയൽ ഫോർമാറ്റാണ് SVGA. എസിൽ തുടങ്ങുന്ന വാക്കുകൾ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ടിയിൽ തുടങ്ങുന്ന വാക്കുകളുമായി ഞങ്ങൾ വരുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ആഴ്ച കാണുന്നതുവരെ ഗുഡ് ബൈ.